NTSE പരീക്ഷയുടെ സാറ്റിലെ സോഷ്യൽ സയൻസ് റിവിഷൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള പറയുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് നോക്കിയതെങ്കിൽ 8ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടുതലായിട്ട് നോക്കേണ്ട പാഠഭാഗങ്ങളാണ് ഏതൊക്കെയാണെന്ന് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ, അതായത് സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ, മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകത്തുണ്ടായിട്ടുള്ള സെൻറ്റേഴ്സ് ഓഫ് പവേഴ്സ്, റോമ സാമ്രാജ്യത്തിൻ്റെ ആ തകർച്ച മുതൽ മംഗോളിയൻ സാമ്രാജ്യം വരെ ഡിസ്കസ് ചെയ്യുന്ന ആദ്യ പാഠത്തിൽ അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫ് എക്സ്ചേഞ്ച്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള ഒരു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിനിമയത്തിൻ്റെ കാലഘട്ടം എന്നുള്ളത് 1400-കളിൽ നമ്മുടെ വാസ്കോഡ ഗാമ ആ ഏരിയാസ് ഒന്ന് നോക്കാം. ഇതിൽ ഈ ഭാഗത്ത് ഏറ്റവും നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങൾ എന്നുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളത്. കാരണം സോഷ്യൽ സയൻസിലൊരു 10-12 ക്വസ്റ്റ്യൻസ് ഈ ഏരിയാസ് നിന്ന് വരും, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് വരുന്നതാണ്. അത് ഈ 8ാം ക്ലാസ്സിലെ ഈ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും മാത്രമല്ല, 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങൾ മാത്രമല്ല, 8ാം ക്ലാസ്സിലെ അവർ ഗവൺമെൻറ് എന്നുള്ള പാഠം കൂടി നിങ്ങൾ നോക്കണം. അത് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഏരിയയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളത് നിങ്ങളൊന്ന് കൊടുക്കണം. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യ, അവിടെ രാജാക്കന്മാരും ഭരണ രീതിയും അതുപോലെ തന്നെ തിണാസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ, സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മെഡീവൽ ഇയർ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അടുത്തതിൽ സമന്വയത്തിൻ്റെ ഇന്ത്യ, സൂഫിസം പോലെയുള്ള ഇന്ത്യൻ കൾച്ചറിൽ, അതായത് 1200 മുതൽ മധ്യകാല ഇന്ത്യയിൽ വന്നിട്ടുള്ള സൂഫി മൂവ്മെൻറ്റ് മറ്റുമൊക്കെയാണ്. സൂഫി മൂവ്മെൻറ്റിൽ ബാബ ഫരീദ് ഒക്കെ നോക്കണം. എവിടെയാണ് സെയ്ദ് മുഹമ്മദ് ജസ്തൂരി, അത് അങ്ങനത്തെ ഓരോ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനം, അതുപോലെ തന്നെ അൽവാർ നാനാസ്, അവരെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഓരോ ഭക്തി മൂവ്മെൻറ്റ്, നോർത്ത് ഇന്ത്യ, കബീർദാസ്, അവരെക്കുറിച്ച് കബീർദാസും അതുപോലെ തന്നെ ഗുരു നാനക്, അവരെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അതിൽ അടുത്തത് പിന്നെ വരാനുള്ളത് കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം, കേരള ടുവേർഡ് മോഡേണിറ്റി എന്നുള്ള പാഠത്തിൻ്റെ ഒരു മുൻപ് പഠിക്കേണ്ട ഒരു ഭാഗമാണ് കേരളം 8ാം നൂറ്റാണ്ടിൽ. 10ാം ക്ലാസ്സിൽ ആ പാഠം വായിക്കുന്ന സമയത്ത് തൊട്ട് മുന്നേ ഈ പാഠം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിൽ 8ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ള മുന്നേറ്റം, അതുപോലെ തന്നെ 18ാം നൂറ്റാണ്ട് വരെയുള്ള ഇതാണ്. ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ള സ്വരൂപംസ്, മാർത്താണ്ഡവർമ്മ, മൈസൂർ സുൽത്താൻ, ഹൈദരലി, അവരൊക്കെ ഈ പാഠത്തിൽ വരുന്നുണ്ട്. ദെൻ അടുത്തതായിട്ടുള്ളത് ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഈ 9ാം ക്ലാസ്സിൽ മറ്റൊരു ആണ് എലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്നുള്ളത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവുമാണ്. അതും ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ് മുതൽ ഞങ്ങൾ പറയാറുണ്ട് 7ാം ക്ലാസ്സിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും, കോൺസ്റ്റിറ്റ്യൂഷൻ 8ാം ക്ലാസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിച്ച ഭാഗം തന്നെ 8ാം ക്ലാസ്സിൽ അവർ ഗവൺമെൻറ്. ദെൻ 9ാം ക്ലാസ്സിലെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ദെൻ അടുത്ത പാഠമായിട്ടുള്ള 9ാം ക്ലാസ്സിലെ എലക്ഷൻ ആൻഡ് ജനാധിപത്യം. ഓക്കെ, തെരഞ്ഞെടുപ്പും ജനാധിപത്യം എന്നുള്ള പാഠഭാഗം നല്ല നാളേക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യം, അതുപോലെ തന്നെ അവകാശങ്ങളും കടമകളും അതൊക്കെ ഒന്ന് നോക്കാം. ഇനി സെക്കൻഡ് പാർട്ടായിട്ടുള്ള സെക്കൻഡ് ബുക്കായിട്ടുള്ള നിങ്ങളുടെ ജോഗ്രഫിയിൽ
സർവവും സൂര്യനാൽ, സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, അതുപോലെ തന്നെ കാലത്തിൻ്റെ കഴിവെപ്പ്, നാഷണൽ ഇൻകം ബൈ ദ ഹാൻഡ് ഓഫ് നാച്ചർ, ഓഷ്യൻ ആൻഡ് മാൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബൈ ദ ഹാൻഡ് ഓഫ് ദി നേച്ചറായിട്ടുള്ള ഇതൊന്നും നോക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ദേശീയ വരുമാനം എന്താണ് ദേശീയ വരുമാനം, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാഠം കൂടി നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഇതാണ് ഇതിൽ ഏറ്റവും നല്ലത്. ഇതിലെ അടുത്ത ഭാഗത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, മൈഗ്രേഷൻ, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ്സ്, ഇതും കൂടിയും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള നാളേക്കായിട്ടുള്ള ഈ 2 പാഠം നിങ്ങളൊന്ന് സെക്കൻഡ് പാർട്ടിലും നോക്കി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. ദെൻ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 8ാം ക്ലാസ്സിൽ 3 പാഠങ്ങൾ നിങ്ങൾ 4 പാഠങ്ങൾ, ഒരു പാഠം കൂടിയുണ്ട്. ഒരു പാഠം എന്നുള്ളത് ഇൻറ്റീരിയർ ഓഫ് എർത്ത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് കേട്ടോ, സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്നുള്ള ഭൂമിക്കുള്ളിലുള്ള ഇൻറ്റീരിയർ ഓഫ് എർത്ത്. ഈ 4 പാഠങ്ങൾ, ഇത് ഫസ്റ്റ് പാർട്ട് ബുക്കാണ്. അവർ ഗവൺമെൻറ്, ഏർലി ഹ്യൂമൻ ലൈഫ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്, ഇൻറ്റീരിയർ ഓഫ് എർത്ത്. ഈ പാഠം കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ പഠിച്ച ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാഠഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ 40 മാർക്കാണ് സോഷ്യൽ സയൻസിൽ നിന്ന് നമുക്ക് സാറ്റിൽ ചോദിക്കാറുള്ളത്. ഏറ്റവും മാറ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ബയോളജിയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ എന്തായാലും നമുക്ക് NTSE നമുക്ക് സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാം. സ്റ്റേജ് കൊണ്ട് നമുക്ക് കടന്നുകൂടാം. അപ്പോൾ ആ ഒരു ലെവലിലുള്ളതാണ്, ആ ലെവലിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് സോഷ്യൽ സയൻസ് ഈ പറഞ്ഞ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം.